ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോപ്പോണോപോണോ ടെക്നിക്ക് എഫക്റ്റീവ് ആണോ, റിലേഷൻഷിപ്പിൽ ഒരാളെ ഈ മെത്തേഡ് ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെയാണ്. എനിക്ക് വന്നൊരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹോപ്പോണോപോണോ ടെക്നിക് എന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ ഹീലിംഗ് ടെക്നിക്കാണ്. ഹോപ്പോണോപോണോ ടെക്നിക്കിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് പോയി കണ്ടതിന് ശേഷം വന്ന് ഈ വീഡിയോ കാണുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. ഹോപ്പോണോപോണോ ടെക്നിക് റിലേഷൻഷിപ്സ് ഹീൽ ചെയ്യാനും ഇമോഷൻസ് റിലീസ് ചെയ്ത് പോസിറ്റീവ് ഔട്ട്കംസ് മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ മെത്തേഡാണ്. ഇതുപയോഗിച്ച് റിലേഷൻഷിപ്പ് മാത്രമല്ല, പണം, ജോലി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടെക്നിക്ക് എന്നല്ല, ഏത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തും ഒരാളെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് എനർജി, ലിമിറ്റിംഗ് ബിലീഫ്സ്, ഫിയേഴ്സ്, ഡൗട്ട്സ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇവിടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാവിധ നെഗറ്റിവിറ്റീസും, അതായത് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഫിയേഴ്സ്, ഡൗട്ട്സ് ഒക്കെ ഇത് ഇല്ലാതാക്കും. അതുവഴി നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയുകയും നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. അതിനർത്ഥം ഈ ടെക്നിക്ക് ഉപയോഗിച്ച് മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നല്ല. പകരം നമ്മുടെ ഉള്ളില് നെഗറ്റീവ് എനർജീസ് റിലീസ് ആവുമ്പോൾ അത് നിങ്ങളുടെ ക്യാരക്ടറിൽ അത് റിഫ്ലക്റ്റ് ആവുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അതുവഴി നിങ്ങളുടെ പല ബന്ധങ്ങളും ശക്തിപ്പെടും, ഇല്ലെങ്കിൽ പല കൂടിച്ചേരലുകളും ഉണ്ടാവാം. അതും അല്ലെങ്കിൽ പുതിയ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാം. നമ്മളിത് മനസ്സറിഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ഫോർഗിവ്നെസ്, സമാധാനം, സ്നേഹം എല്ലാം വന്ന് നിറയുകയും അതിനനുസരിച്ചുള്ള ആളുകളെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി പറയാൻ പോകുന്നത് പിരിഞ്ഞു പോയവർ തിരികെ വരുമോ എന്ന ക്വസ്റ്റ്യനുള്ള ആൻസറാണ്. പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മൂലമോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നെഗറ്റീവ് ബിലീവ്സ് കാരണമൊക്കെയാണ് പിരിഞ്ഞു പോയതെന്നുണ്ടെങ്കിൽ ഹോപ്പോണോപോണോ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അത്തരം ബ്ലോക്സ് ക്ലിയർ ആവുകയും അവിടെ കൂടിച്ചേരലിന് വഴിയൊരുക്കുകയും ചെയ്യും. ഈ ടെക്നിക്സ് നിങ്ങളുടെ എനർജിയെ ഷിഫ്റ്റ് ചെയ്യുകയും പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ തിരിച്ചു വരണമെന്നില്ല. അവരുടെ ചോയ്സുകൾ, ഇമോഷൻസ്, സിറ്റുവേഷൻസ് എല്ലാം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യുന്നത് വഴി ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ആവും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുമായി പിരിഞ്ഞു പോയ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ തൻ്റെ എനർജിക്ക് മാച്ച് ആയിട്ടുള്ള പുതിയൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഹോപ്പോണോപോണോ ടെക്നിക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് കാം ആൻഡ് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, നിങ്ങൾ ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക. അതിനുശേഷം ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ട സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ആവുന്നതായിട്ടും ആ വ്യക്തിയുമായുള്ള ബന്ധം ഇമ്പ്രൂവ് ആവുന്നതുമായിട്ടൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഇമോഷൻസ് യാതൊരുവിധ ജഡ്ജ്മെന്റും കൂടാതെ ഫീൽ ചെയ്യുക. ആ ഫീലിങ്സോടെ ഹോപ്പോണോപോണോ പ്രയർ, അതായത് ആ 4 സെന്റൻസുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ ആം സോറി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുമായി ഉണ്ടായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ അതേപോലെയുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അതിനൊക്കെ സോറി പറയുക. പ്ലീസ് ഫോർഗിവ് മീ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോടും ആ വ്യക്തിയോടും പ്രപഞ്ചശക്തി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോടും മാപ്പ് ചോദിക്കുകയാണ്. അത് മനസ്സിലാക്കി മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുക. താങ്ക് യു പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച പാഠങ്ങൾക്കും മനസ്സറിഞ്ഞ് നന്ദി പറയുന്നതായി സങ്കല്പിച്ച് അഫേം ചെയ്യുക. ഐ ലവ് യു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയും ആ വ്യക്തിയോടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനോടും അൺകണ്ടീഷണൽ ലവ് ഉള്ളതായി സങ്കല്പിച്ച് ആ ഫീലോടെ പറയുക. ഇത് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ മനസ്സറിഞ്ഞ് ഫീൽ ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണ് എന്നുള്ളത് ചിന്തിക്കാതെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്ത് സ്വന്തം മനസ്സിനെ ഹീൽ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് ആയിട്ടുള്ളത് അത് മാനിഫെസ്റ്റ് ആവും എന്നുള്ളതിൽ ഉറച്ച് വിശ്വസിക്കുക. ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ആ വ്യക്തിയെക്കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ആ സിറ്റുവേഷൻസിനെ കുറിച്ചോ ഒക്കെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നോ അപ്പോഴൊക്കെയും ഈ പ്രാക്ടീസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
ഹോപ്പോണോപ്പോണോ ടെക്നിക് ഒരു ഹീലിംഗ് ടെക്നിക് ആയതുകൊണ്ട് തന്നെ മെയിനായി എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇനി ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തിരികെ ലഭിക്കുകയും നിങ്ങൾ ഫുള്ളായി ഹീലാവുകയും ചെയ്യും. നിങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയും ചെയ്യും. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.